ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ അനുപമയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ അനുപമയുടെ ഇന്റർവ്യൂ കാണുന്നതിന് മുമ്പ് ഈ പോസ്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യണം. അതെ, അനുപമ ഒരു മാസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ചിലപ്പോഴൊക്കെ ഒടുവിൽ നമ്മുടെ മനസ്സമാധാനം കണ്ടെത്താൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില വഴികൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇന്ന് ആ സമാധാനം എന്നെ തേടിയെത്തി. ഇന്നു മുതൽ ഞാൻ എന്റെ ശബ്ദത്തെ തിരഞ്ഞെടുക്കുന്നു, ഞാൻ എന്റെ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു. ഇനി അനുവാദങ്ങൾ വേണ്ട, ഇനി ഭയമില്ല, ഇനി ഞാൻ മാത്രം എന്നെ തന്നെ വീണ്ടെടുക്കുന്ന യാത്രയിൽ ഒരിക്കൽ എന്റേതാണെന്ന് പോലും മറന്നുപോയ ജീവിതത്തെ വീണ്ടും സ്നേഹിച്ചുകൊണ്ട് വളരെ കാലമായി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. വളരെ കാലം പറയാൻ എന്നെ അനുവദിക്കാതിരുന്ന ഒരു കാര്യം: ഞാൻ നിങ്ങളെയെല്ലാം സ്നേഹിക്കുന്നു. എന്റെ കൂടെ നിന്നതിനും എന്നിൽ വിശ്വസിച്ചതിനും എന്റെ ജീവിതത്തെ ഇത്രയധികം സ്നേഹം കൊണ്ട് നിറച്ചതിനും നന്ദി. മുമ്പ് വേണ്ടത്ര പറഞ്ഞിട്ടില്ലെങ്കിൽ ദയവായി അറിയുക, നിങ്ങളുടെ സ്നേഹം ഞാൻ എപ്പോഴും അനുഭവിച്ചിരുന്നു. ഓരോ സന്ദേശവും, ഓരോ പ്രാർത്ഥനയും, ഓരോ ചെറിയ കരുതലും എനിക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്ത് എന്നിലെത്തി. എന്നെ വീണ്ടും എന്നിലേക്ക് നയിച്ചതിന് നന്ദി പ്രപഞ്ചമേ. ഇനി സൗഖ്യത്തിലേക്കുള്ള യാത്രയ്ക്ക്, ഇനി സ്വാതന്ത്ര്യത്തിന്, ഇനി എന്നെ തന്നെ തിരഞ്ഞെടുക്കുന്നതിന്, ഒടുവിൽ പൂർണ്ണമായും യാതൊരു കുറ്റബോധവും ഇല്ലാതെ എന്റേതായ ഒരു ജീവിതത്തിനായി. ഫോട്ടോകൾ ഒരുപാട് പോസ്റ്റ് ചെയ്തതിന് ക്ഷമിക്കണം. ആരുടെയെങ്കിലും അനുമതിക്കായി കാത്തിരിക്കേണ്ടതില്ലാതെയും പാട്ട് തിരഞ്ഞെടുക്കുന്നതിനോ മറ്റാരുടെയെങ്കിലും ക്യാപ്ഷൻ കാത്തിരിക്കേണ്ടതില്ലാതെയും ഇരിക്കുമ്പോൾ പോസ്റ്റിംഗ് കുറച്ചുകൂടി രസകരമായി മാറുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അനുപമ വിഷയം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. There is 2 years of pain, physical, emotional destruction behind that one post. I didn't want to randomly post some random picture. അതായത് ഞാൻ ഓക്കെ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പിക്ചർ പോസ്റ്റ് ചെയ്തതല്ല അത്. I made sure I was not on social media for some time. വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. And the reason I wanted to post something only when I'm ready, when I actually heal. So there was a journey of a girl who identified something really big about herself and life itself, who took her own time to heal and then come voice something so important. ഹീൽ എന്ന് പറയുന്നുണ്ട്, കോൺവെർസേഷനിലും പറഞ്ഞു, ഇപ്പോൾ അതുപോലെ ആ പോസ്റ്റിലും ഹീൽ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹീൽ ഫ്രം വാട്ട് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ആൻഡ് ഇന്നിപ്പോൾ അനു എൻ്റെ മുന്നിലിരിക്കുന്നത് അത് അനുവിന് വേണ്ടി മാത്രമല്ല, ഇത് ഞാൻ നമ്മുടെ വ്യൂവേഴ്സിനോട് ഷെയർ ചെയ്യണം. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും അനു പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ ഒരു സിറ്റുവേഷൻ അനുഭവിച്ച കുറേ പെൺകുട്ടികൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഷോയിൽ വരാൻ താല്പര്യപ്പെടുന്നതും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. സോ കീപ്പിംഗ് ഓൾ ദോസ് ഗേൾസ് ഇൻ മൈൻഡ് ഹൂ വുഡ് ഹാവ് പ്രോബബ്ലി എൻഡ്യോർഡ് whatever you went through, let's get into the conversation. I would like to understand what is it that was happening in your life and endil ninnu heal cheyna karyathe kurichana ee parayanathu. I have gone through narcissistic abuse for 2 years. ഈ വാക്ക് ഞാൻ പറയുമ്പോൾ തന്നെ, ഇപ്പം ഞാനിപ്പോൾ narcissistic abuse എന്ന് പറയുമ്പോൾ തന്നെ I can imagine like a few categories of people now. First category is the category of people like me. So, I think the last interview with Madonna, she mentioned about narcissistic abuse. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് മിഡിൽ ഓഫ് ദ നൈറ്റ് ആണ് ഞാൻ റൂമിൽ വരുന്നത്. റൂമിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റഗ്രാം അറൌണ്ട് 12:30 or something ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് കണ്ട ആദ്യത്തെ ഒരു റീലായിരുന്നു മഡോണ സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് നാർസിസിസ്റ്റിക് അബ്യൂസ്. My reaction to that was so physical that I started shivering. Okay. So the first category of people are the people who has been through narcissistic abuse, who know what trauma bonding is and who has suffered. അതിൽ തന്നെ അവരുടെ ചുറ്റുള്ള family relatives who have seen this person suffer, who will resonate to what I say. The second category of people who have no idea about narcissistic abuse. 2 years മുന്നേ ഉള്ള എൻ്റെ പോലത്തെ ആൾക്കാർ, like they must have heard the term നാർസിസിസം എന്നുള്ളൊരു വേർഡിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ടാവാം, പക്ഷേ they have no idea what it is. They didn't have to research about it. അങ്ങനത്തെ category of people. And the third category of people എന്ന് പറയുന്നത്, നാർസിസിസം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ ഇത് ഇമ്മീഡിയറ്റ്ലി അതൊരു വുമൻ കാർഡാണ്, ഒരു ഫെമിനിസ്റ്റ് പദമാണ്, ഇത് ജെൻഡറിനെ നമ്മൾ എന്താ പറയുക ഒരു രീതിയിൽ ജെൻഡർ ബേസ്ഡ് ആണ്. അതായത് നാർസിസിസം എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ജെൻഡർ ഇല്ല എന്നുള്ള കാര്യം അറിയാതെ ഓൾറെഡി ഇപ്പോൾ നെഗറ്റീവ് കോമന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്ന നിലയിൽ. പക്ഷെ അവർക്ക് അതിന്റെ റിയാലിറ്റി ദാറ്റ് നാർസിസിസം ഡസന്റ് ഹാവ് എ ജെൻഡർ എന്നുള്ള റിയാലിറ്റി പോലും അറിയാതെ നൗ ഐ എം ഗോണ സിറ്റ് ആൻഡ് ടോക്ക് അബൌട്ട് സംതിങ് അബൌട്ട് ഫെമിനിസം എന്ന് ഓൾറെഡി അസ്യൂം ചെയ്ത് കോമന്റ്സ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും.
The next category of people is basically the category of people that I really want to talk to. അതായത് ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിലാണ്, പക്ഷെ they couldn't still identify it yet. That is the most dangerous category. They will end up breaking up, breaking themselves completely, or they will commit suicide. അന്ന് ഞാൻ ആ മഞ്ഞുടുപ്പിട്ടിട്ട് ഉള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് പകരം എൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഇടയിൽ റെസ്റ്റ് ഇൻ പീസ് അനുപമ ഷീ കമ്മിറ്റഡ് ആയിരുന്നെങ്കിൽ എനിക്കിന്ന് ഒരുപാട് സ്നേഹം കിട്ടിയേനെ, ഒരുപാട് ബോയ്ക്കോട്ട് കൾച്ചർ നടന്നേനെ, പല ഡിസ്കഷൻസ് നടന്നേനെ. ബട്ട് ദാറ്റ് ഡേ ഐ ചോസ് ടു ഹീൽ ആൻഡ് പുട്ട് അപ്പ് എ പോസ്റ്റ് വെയർ ഐ ഹീൽഡ് ഫ്രം ഇറ്റ്. Tell me about the beginnings of this relationship. We have spoken before and we are not talking about who the person is. പക്ഷെ തുടക്കത്തിൽ when you started off on this relationship, അവിടെയാണല്ലോ ഒരു പക്ഷെ പല പെൺകുട്ടികളും അതിലൊരു ഡേഞ്ചർ ഉണ്ട് എന്ന് തിരിച്ചറിയാത്തത്. വാട്ട് വാസ് ഇറ്റ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ദാറ്റ് വാസ് വെരി അൺയൂഷ്വൽ ഇൻ ദ ബിഗിനിങ്? കാരണം ലോകം കാണാത്തൊരു കുട്ടിയല്ലല്ലോ അനു 18 വയസ്സ് തൊട്ട് ജോലി ചെയ്യുന്നു, എത്രയോ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ പക്ഷെ എന്നാലും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തിരിച്ചറിയുന്നില്ലല്ലോ. അതെന്തായിരുന്നു അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഞാൻ ബേസിക്കലി അവയർനെസ് ഇല്ല. സി അത് പറയുന്നതിന് മുന്നേ വാട്ട് ഐ ടു സേ ഇസ്, ഇപ്പം ഞാൻ അന്ന് ആ പോസ്റ്റ് ഇട്ടതിന് ശേഷമുള്ള മറ്റേ സോഷ്യൽ മീഡിയയിലുള്ള ആ ട്രിഗർ കണ്ടപ്പോഴാണെങ്കിലും ആ ഇൻ്റർവ്യൂവിലുള്ള ചോദ്യം കണ്ടപ്പോഴാണെങ്കിലും പല തരത്തിലുള്ള റിയാക്ഷൻസ് കണ്ടപ്പോൾ ലൈക്ക് ഇൻ ബിറ്റ്വീൻ ദാറ്റ്, ഇതിപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒരു മോർ ദൻ 1 month ആയി ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്തു ആ ഒരു ബ്രേക്കപ്പ് വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ്. പക്ഷേ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ റിയാക്ഷൻ ടു ദാറ്റ് പോസ്റ്റ് ഇസ് ആക്ച്വലി വാട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണോ വേണ്ടയോ, ബിക്കോസ് ദിസ് ഇസ് നോട്ട് എൻ ഈസി തിങ് ടു സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക്. ആൻഡ് ദെൻ with the reaction of the audience is why and how I understood the importance of it. First of all, ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് this is seeking attention. That made me think a lot. അപ്പം ഞാൻ ഈ ഹീലിംഗ് ടൈമിൽ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് ജസ്റ്റ് ഐ എം റിയലി ഗ്ലാഡ്. നമുക്ക് യൂണിവേഴ്സ് പലതരത്തിലുള്ള റെഡ് ഫ്ലാഗ് കൊണ്ട് കാണിക്കും. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നടക്കുമ്പോൾ നമ്മളത് കാണില്ല. ചുറ്റുള്ള ആൾക്കാരെ കൊണ്ട് മൊത്തം പറയിപ്പിക്കും ദർ ഇസ് സംതിങ് റോങ് ഹാപ്പനിങ് ടു യു, ബട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഫൈനലി യൂണിവേഴ്സ് ഡിസൈഡ് ടു ക്രിയേറ്റ് എ വെരി ബിസാർ ugly situation in your life where you definitely have to see it right now. And that is the point where you flip. The moment you flip, you wanted to know what happened to you. I'm really glad that moment happened to me so fast. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് ആ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ വാലിഡേഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞ ആൾക്കാർ കോമന്റ് ചെയ്തിരുന്നത്. എത്ര ശരിയാണല്ലേ അനുപമ പരമേശ്വരൻ ഈ പറയുന്നതൊക്കെ. ഇതിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമുള്ളൂ അനുപമ പരമേശ്വരൻ പറയുന്നത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് പോലെ ആയിരിക്കും ഇത്. പക്ഷേ ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ഡീപ്നെസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ബിക്കോസ് ഐ ആം എക്സ്പീരിയൻസ് സെയിം കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ബാക്കിയൂടെ കണ്ടോക്കാം. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് നാർസിസിസവും നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന ടേം കൂടിയാണ്. പക്ഷെ എനിക്കറിയാം എൻ്റെ സർക്കിൾസിൽ തന്നെ ഞാൻ പലവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ വേർഡ്സിനേക്കാളും കൂടുതൽ അത് ചെയ്യുന്ന ഡാമേജ് എത്ര ഡീപ്പായിട്ടുള്ള ഒരു ഡാമേജ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി വ്യൂവേഴ്സ്, ഇപ്പം ഇത് വളരെ ലൈറ്റ്ലി എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് വെറുതെ ഒരു ടേമാണ്, അതെല്ലാവരും ഫ്ലിപ്പൻ്റ്ലി യൂസ് ചെയ്യുന്നു. നമ്മുടെ സ്വന്തം കുറ്റം, നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയാതെ വേറൊരാളെ കുറ്റപ്പെടുത്താൻ എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അതിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം നാർസിസിസ്റ്റിക് അബ്യൂസ് അതെന്താണെന്ന് ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാവില്ല. അത് നമുക്കൊരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിലൂടെയോ നമുക്കൊരാളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ ഇമാജിൻ മൈ ഫാമിലി, മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ള എൻ്റെ സ്റ്റാഫ് ഹു ആർ ദെയർ വിത്ത് മീ ഓൾ ദ ടൈം, they all knew from the beginning it is not right for me, because they see a change in me. They see me shrink. When you're in a healthy relationship, you grow, you bloom, you be happy. ഈ നാർസിസിസ്റ്റിക് അബ്യൂസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ ലൗഡ് തിങ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അബ്യൂസ് ഡസൻ സ്റ്റാർട്ട് ലൈക്ക് നമ്മളുടെ അടുത്ത് ഒരാൾ മോശമായിട്ട് നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ട് എപ്പോഴും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ പൊട്ട ആളാണെന്നുണ്ട്.
But when it comes to narcissistic abuse, it's very different. It's very silent. ഞാൻ പറയാൻ കാരണം there is ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് about narcissism. People think narcissist എന്ന് പറഞ്ഞ ആൾക്കാർ they love themselves a lot. But actually they hate themselves. They're the most insecure people you can find. They have no self-worth. They are like empty vessel, basically. So, avarku basically വേണ്ടത് control ആണ്. Because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. അതാണ് അവരുടെ supply. So now, നമുക്ക് വിചാരിക്കാം അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയെ. No. The opposite poles attract. They attract someone who is extremely different from that. Okay. By extremely confident ആയിട്ടുള്ള independent ആയിട്ടുള്ള a person who feels extremely secure. അങ്ങനത്തെ ഒരാൾക്കാരെ they target them. And they try to observe them. They kind of mirror them. And then emotionally നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. They're extremely good performers. അവരുടെ വീടിൻ്റെ അകത്ത് അവരുടെ ക്ലോസ് പീപ്പിളിൻ്റെ അടുത്ത ഒരു രീതിയിലും when they step out of that house, they're a total different person. They'll be the most charismatic, the most gentle, kind, shy. Charming. Very, very charming kind of people. So in the initial days, they show a version of that to you. And they identify your weakness. Appo generally they target empaths who has a lot of empathy. Appo ende oru vishayathil nu vechayna I'm an empath. Avaru nammade basic natures ne observe cheythu they try to kind of mirror us. അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്. ലൈക്ക് ഇപ്പം ഞാനൊരു കുറേ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ ദേ വിൽ ഓൾസോ ലൈക്ക് സ്ലോലി സ്റ്റാർട്ട് ഓപ്പണിംഗ് അപ്പ് അബൌട്ട് ദെയർ ട്രോമാസ് ആൻഡ് വാട്ട് എവർ ദേ വെൻ ത്രൂ. സോ വി സ്റ്റാർട്ട് കൈൻഡ് ഓഫ് ഫീലിംഗ് ഒരു എംപത്തി, ഒരു സിംപത്തി, കണക്ഷൻ തോന്നും. ദെൻ വി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് us. അപ്പോൾ ദിസ് പേഴ്സൺ വുഡ് വോണ്ട് ടു നോ മോർ അബൌട്ട് us. അപ്പം നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത അത്ര ഇൻഫർമേഷൻസ് നമ്മളെക്കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് വാട്ട് വി സൈക്കോളജിക്കലി ഫീൽ ഇസ് ദാറ്റ് ഇറ്റ്സ് എ ട്വിൻ ഫ്ലെയിം. ലൈക്ക് വൾണറബിൾ ആവുകയാണ്, നമ്മൾ എക്സ്ട്രീംലി വൾണറബിൾ ആവുകയാണ്. ആൻഡ് ദിസ് ലവ് ഫീൽസ് സോ റൈറ്റ്. ദേ ആർ വെരി വെരി കൺവിൻസിങ് വിത്ത് ദിയർ പെർഫോമൻസ് ദാറ്റ് ഇറ്റ് ഫീൽസ് സോ റൈറ്റ് that you get so connected to the person that you feel like എൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് എന്നെ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും എന്നെ ഇത്ര മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. That is the love bombing phase. That's the first phase of narcissism where they love bomb you. And how long was that phase for you? It's like you can't differentiate it, you know, because like 2 years, അതായത് ഈ റിലേഷൻഷിപ്പ് ഇറ്റ്സെൽഫ് ഇസ് ട്രാൻസ്. ലൈക്ക് ഇതിനുള്ളിൽ കൂടെ തന്നെ പാരലലി അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, കൺട്രോളിങ് ഫേസ്. സ്ലോലി ദേ സ്റ്റാർട്ട് ടേക്കിംഗ് കൺട്രോൾ. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവരെടുക്കാതെ ലൈക്ക് ഭയങ്കര സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ തരത്തിലുള്ള കൺട്രോളാണ് അനുവിനെ ഫേസ് ചെയ്യേണ്ടി വന്നത്? ഇവരുടെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാം, ശരി ഈ ഡ്രസ്സ് എന്നിടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് ദർ സംതിങ് നോട്ട് റൈറ്റ്. ബട്ട് ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതായത് അവർ കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ടല്ല. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം യു ആർ എ പേഴ്സൺ ഹു വെയർ ജീൻസ് ആൻഡ് ടോപ്പ് എവറി ഡേ. And then one day you feel like wearing a churidar. You walk in with a churidar. This person sees you and we're like, oh, baby, you look so beautiful in churidar. This is the best thing. You look like my wife material. And then you're like, oh, in the chetan, oh my God, he likes it so much. So let me buy one more churidar. Like that one churidar becomes 2 churidars, 3 churidars, 4 churidars. And then you're in churidars. അറിയുന്നില്ല മാറുന്നത്. We transform like that. ഓക്കെ ഗൈസ്, അനുഭവം പറയുന്നത് വളരെ സ്വീറ്റ് ആയിട്ടായിരിക്കും ഇവർ നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. പിന്നെ സ്ലോലി ഇവർ നമ്മളെ കൺട്രോൾ ചെയ്ത് തുടങ്ങും. ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ തിരിച്ചറിയാൻ കുറച്ച് ടൈം എടുക്കും. ഇവിടെ നമുക്കൊരു സൈലൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഈ സൈലൻസ് ഒരു ട്രീറ്റ്മെന്റ് അല്ല, പക്ഷെ മറിച്ച് ഇവിടെ സൈലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിയർ ആണ്. അതാണ് അനുഭവം ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ ബാക്കിയുള്ള ഫുൾ ഇവിടെ വെച്ച് തരാം. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുകയാണെങ്കിൽ ഹൈപ്പ് കൊടുക്കാനും മറക്കരുത്. പറ്റുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. Baby, the way you were sitting at the dining table and talking today, you were like very controlled, you were very classy, you were very silent. Now you're silent because my partner likes it. ഡൈനിങ് ടേബിളിൽ ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്ന ആള് സൈലന്റ് ആയി കഴിയുമ്പോൾ ചേട്ടൻ ഇഷ്ടം. സോ യു ലൈക്ക്, ഓ
He likes it. So let me be that way. പിന്നെ നമ്മൾ ഇവൻസിന് പോകാൻ നോക്കുക, ഓ ബേബി വൈ ഡു വോണ്ട് വെയർ സ്ലീവ്ലെസ് ടുഡേ, ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്, maybe something other comfortable than you'll be like, oh, he cares for me so much, my sleeveless, oh right, I'll change my outfit this time. Next time, even before the event, he'll ask you, what outfit are you wearing today, baby? നമ്മൾ options നമ്മൾ send ചെയ്ത് കൊടുക്കും. Then it becomes mandatory that you send that person photos for permission, what you wear. And then you start wearing whatever that person decides. അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ you post something and the person will call and say, you think that photo was appropriate, I think you should avoid that photo. അപ്പോൾ നമ്മൾ ഉടനടി ആ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് we delete that picture. Instead we repost it again. And from the next time ഈ ഡിലീറ്റ് ചെയ്ത് റീപോസ്റ്റ് ചെയ്യുന്നേക്കാൾ എളുപ്പം എന്താ, ചേട്ടൻ അയച്ചു കൊടുക്കുക, ചേട്ടൻ will accept it and then take the approval and post. You post a comment, അതിൽ it shows that you're more affectionate towards your audience. So better you ask ചേട്ടൻ for comment. Your song is looking a little കുറച്ചും കൂടി എന്താ പറയുക, what do they call, desperate or something. Like ചേട്ടൻ only select the song. ഇതേപോലെ തന്നെ നമ്മുടെ കണക്ഷൻസ്, മൈ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, they'll give you the small punishments which make you understand that in order to എന്താ പറയുക not have a conflict, ഈ small punishmentsലൂടെ you will be like, okay, let's avoid the situation, avoid that conversation, avoid this. അപ്പോൾ കുറേ ബ്രാഞ്ചസ് ഉള്ള നമ്മുടെ ഓരോ ബ്രാഞ്ചസിനെ നമ്മൾ തന്നെ കട്ട് ചെയ്ത് കളയും. ഈ പണിഷ്മെന്റ്സ് എന്താണ്? ചെറുതായിരിക്കും, അതായത് ഈ പറഞ്ഞ സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് പെട്ടെന്നൊരു അഫെക്ഷൻ വിഡ്രോവൽ ആയിരിക്കാം. സി ബൈ ദിസ് ടൈം വെൻ ദേ സ്റ്റാർട്ട് ദിസ് കൺട്രോൾ ഫാക്ടർ, ദേ വുഡ് ജസ്റ്റ് ഗെറ്റ് സോ അറ്റാച്ച്ഡ് ടു എൻ എക്സ്റ്റെൻറ്റ് ലൈക്ക് ഇൻ ആഫ്റ്റർ ദ ഫസ്റ്റ് കപ്പിൾ ഓഫ് ഡേറ്റ്സ് യു ആർ ടേക്കൺ ടു their house, their home, you're meeting their family, having lunch with them, and in 3 months the person is talking about engagement, and the family is asking where can we put the engagement, which destination do you prefer, how many people do you want. ഇത് 3 മാസത്തിൽ തന്നെ 3 months into the relationship, it can't be that fast, it can't be. And for the people, they call you gold digger and all these names, no? For the people like that who have been calling me that, there's one thing I want to make clear, that I would have gotten married to that person and probably that would have ended up in a divorce if I didn't stop the engagement call. I am the one who constantly stopped the engagement call because I knew this was not love, this was just desperation, so that I would quit acting. അപ്പൊ അനു തന്നെയാണ് തീരുമാനിച്ചത് I don't want to get engaged now. Nobody can deny it. Whenever they ask me, I always said, I think this person is really young. I think we need to take a little more time. I think it's not the right time. I am ready. I'm okay. I have time. We can do another thing. If kids are concerned, you can do egg freezing, all these stuff. But let them take time. Let them grow and all that. I've postponed this thing so many times in the relationship. Because I understood that this is not because of love. This is desperation to get someone under control. അത് ക്ലിയർ ആയിട്ട് എനിക്ക് അന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും there is something in your gut that says that this is too fast, this is not right. And by that time, you are walking on eggshells. You are supposed to feel at peace beside your partner, but you're always worried, like എന്താ പറയുക, ഹൗ നമ്മൾ അയാളുടെ അടുത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ, ദ ബേസിക് കാര്യങ്ങളാണെങ്കിൽ പോലും സൈക്കോളജിക്കലി യു ഹാവ് ടു റിഹേഴ്സ് ദം. ഒരു തവണ മനസ്സിൽ ആലോചിച്ച് വാട്ട് ഇഫ് ഐ സേ ദിസ്, വാട്ട് ഇസ് ദെയർ റിയാക്ഷൻ വുഡ് ബി എന്നുള്ള ഒരു കാര്യം നമ്മൾ റിഹേഴ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരൂട്ടെ. ആൻഡ് വെൻ യു ആർ വാക്കിംഗ് ഓൺ എഗ് ഷെൽസ് ആൻഡ് യു ആർ കോൺസ്റ്റന്റ്ലി ലൈക്ക് അൺസെർട്ടൻ അബൌട്ട് ദ ഡേ. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ ഫേസ്. ദിസ് ഈസ് ഓൾറെഡി സ്കേറി. ദാറ്റ് ഈസ് സ്കേറി. ബട്ട് പീപ്പിൾ ഡോണ്ട്, അതാ ഞാൻ പറയുന്നത്, ഹൗ യു ഗെറ്റ് ഇൻ ടു ദിസ് ഫേസ് ഇസ് വെരി സ്ലോ and very silent, that you don't even understand you are there. By that time you're deeply in love because families are talking and like that person, I've stayed in their family and the person is staying in your family. It's all serious at this point right now. So you're fixed in mentally that this is your person and this is the person you're gonna spend your life with. That's when the real character comes out. Things become way more tighter. The control become more direct. Like, why did I not promote a movie, Dragon? That was one of the most successful film in my career. You will have to let go of so many projects you do. You will know. അതായത് ജോലിയിൽ ഡയറക്റ്റ് ഇന്റർഫിയറൻസ് വന്നു തുടങ്ങി, which was completely under your control. ജോലിയിൽ മാത്രമല്ല, everything.
everything. When I say ഫാമിലി ഒക്കെ കട്ട് ഓഫ് ആയോ? ഞാൻ പറഞ്ഞില്ലേ, ദിസ് ഇസ് നോട്ട് ഡയറക്റ്റ് കട്ട് ഓഫ്, ഇറ്റ് ഇസ് ലൈക്ക് വെരി ഇൻഡയറക്റ്റ്. നമ്മളെ കൊണ്ട് നമ്മുടെ ചില്ലകൾ മുറിപ്പിക്കും. See, the thing is, at one point, you know, there is something not right about the relationship where, see, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന സമയത്ത് അയാളെ കുറിച്ച് ഫാമിലിക്ക് നല്ല ഒപ്പീനിയൻ വേണമെന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. സോ വി ഡോണ്ട് ഓപ്പൺ അപ്പ് അബൌട്ട് ദിസ് പേഴ്സൺ ആൻഡ് വാട്ട് ഹാം ദിസ് പേഴ്സൺ ഇസ് കോസിങ് യു, അല്ലെങ്കിൽ ഹൗ ദിസ് പേഴ്സൺ ഇസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ഡൂയിങ് സർട്ടൻ തിങ്സ്. സോ യു പ്രൊട്ടക്ട് ഫ്രം ഫാമിലി. അപ്പോൾ ഫാമിലി കട്ട് ഓഫ് ചെയ്തു. ഫ്രണ്ട്സ് ഒബ്വിയസ്ലി ഇത് സഹിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. വെൻ ഐ എം ഷ്രിങ്കിങ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് See, to be very honest, ചേച്ചി എന്നോട് എത്ര പ്രാവശ്യം ഇന്റർവ്യൂക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? Because I was scared if you would ask how are you and if I start crying. The scariest question that you would have at that point is how are you? Because you might break down any moment. അപ്പോൾ അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയല്, നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയില്ല. ഐ എം വെരി ക്ലോസ് വിത്ത് മൈ സ്റ്റാഫ്. I don't even look into their eyes because I'm scared if I would break down. So you constantly want to protect this person. And that is like, for them, control is what matters. Pakshe, they put a mask of love in front of that. And then you don't realize it. You don't realize it, and slowly, നമ്മുടെ career-wise, anxiety എന്ന് പറഞ്ഞാൽ 2 years, ഏകദേശം 1.5 years ആയിട്ട് I've been shooting continuously, ചേച്ചി. I've been on anxiety medications. എനിക്ക് ഒരു സ്ഥലത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇനി എവിടെയെങ്കിലും ഞാൻ, അപ്പോൾ ആള് നല്ല, there are good days, bad days. Very, very funny kind of explanation, but for people who don't know about narcissistic abuse, imagine having Onion in your life. Like one day, he's Remo. Like, bhayankara love it. You feel like, how lucky am I to get a person like this in my life? Is this even reality? It's like a dream, not a feeling. Next day, you see Onion. ഏറ്റവും ബ്രൂട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, even if that person is saying someone else stabbing you and killing you, they would not even just turn their head. That kind of extreme. And there is a next day where that person is Ambi, apologizing, begging you, pleading you, promising you that they'll never repeat this again, crying like a baby. And then again the love bombing. The same cycle goes on and on and on and on. And think about, നമുക്ക് എക്സ്ട്രീം പെയിൻ തരുന്ന ആൾ തന്നെയാണ് നമ്മുടെ റിലീഫ് അറ്റ് ദാറ്റ് പോയിന്റ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഹാവിങ്, ഈ ഡ്രഗ് യൂസേജ് ഒക്കെ പോലെയില്ലേ, അതുപോലെ. യു തിങ്ക് ഇനീഷ്യലി യു സ്റ്റാർട്ട് വിത്ത് ലവ്, ബട്ട് ദെൻ they want you to make them your priority. When you prioritize them, this becomes more of an attachment. And then it becomes an addiction. So while I'm sitting here, I'm not saying I was in a very unconditional love scenario. Alladu. This becomes an addiction. Where ആളില്ലാതെ പറ്റില്ല. ഇല്ലാതെ പറ്റില്ല. That is where they bring you. So to protect that relationship, you keep just putting a bubble over yourself where you stop communicating with everyone else, because everyone else knows. Your family will say, no, don't, this is not right. Your friends would say, no, don't, not right. To everyone you say, you don't understand that person. And, you know, I don't know, they are extremely good at manipulating you where നമ്മളായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത പ്രശ്നത്തിന് പോലും ബ്ലെയിം നമുക്കായിരിക്കും. Like this person would have gone to meet friends. The friends would have spoken something about something else. They'll feel bad and they will blame you for it. അതായത് തിരിച്ചു വന്നിട്ട് ഇറക്കുന്നത് മുഴുവൻ നിങ്ങളുടെ വണ്ടിക്ക്. അതെ. ഈ നാർസിസിസ്റ്റിക് റേജിനെ കുറിച്ച് ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. വാട്ട് ഡസ് ദാറ്റ് റേജ് ലുക്ക് ലൈക്ക്? ഈ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ, ഐ ഡോണ്ട് നോ ഇഫ് യു നോ അബൌട്ട് ഇറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് വെൻ you cannot believe it. അതായത് there is a belief that we have, but the truth is extremely opposite to that. You believe a person who love you can never do this to you. But that's actually happening. ഇന്നലെ എന്നോട്, അല്ലെങ്കിൽ ലാസ്റ്റ് സെക്കൻഡ് എന്നോട് ഇങ്ങനെ ഇരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതായത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനത്തെ ഒരു രൂപം എടുക്കാൻ പറ്റും, ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള? അതെ, എക്സാക്ട്ലി. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഞാൻ പറഞ്ഞത്, ഞാൻ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ്. ഞാനിങ്ങനെ റിസർച്ച് ചെയ്തിരുന്നപ്പോഴൊക്കെ വി കെൻ സീ ലൈക്ക് ഡോക്ടേഴ്സ് ഇരുന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, സൈക്കോളജിസ്റ്റുകൾ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഐ വാസ് ലൈക്ക്, am I alone in this?
കാരണം I have not seen any celebrity or people with power sit and talk about it. That is when I realized the attention seeker, ഈ പറഞ്ഞ social media targeting you and making you, shaming you, calling you like a feminist, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ടോർച്ചർ ചെയ്യുന്നില്ലേ. That's exactly why no one has the guts to come and talk about it. എത്ര പേര് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കും? അതുമില്ലേ? That is definitely there, but you know what? After that post, they didn't even recognize that. I have not even mentioned about narcissism. I got 12 calls where these people I've not even spoken to them ever before. അതായത് പരിചയമുള്ള ആൾക്കാർ തന്നെ. എനിക്ക് നേരിട്ട് പരിചയം പോലും ഇല്ല. They find my number and they call me, and these people had like 2 men and rest of them are women. And they call me and then tell me, എന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ബേസിക്കലി ഫിലിം ഫ്രെറ്റേണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കാം. The people you think have a lot of power, independent ആയിട്ടുള്ള, financially independent ആയിട്ടുള്ള, stronger people, you know. They call me and they just start talking. And when they start talking, you feel like they are telling your story. ഇത് എൻ്റെ കഥയല്ലേ. How do you know my story? എന്നുള്ള രീതിയിലാണ് നമ്മളത് കേൾക്കുന്നത്. അതായത് അവർ പറയുന്ന കഥയാണെങ്കിലും അവരുടെ പേഴ്സണൽ സ്റ്റോറി ആണെങ്കിലും മനുവിന്റെ സ്റ്റോറിയും ഒരുപോലെ തന്നെ. How? ഇവരൊക്കെ ഒരു സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണോ? What is this? How is it so similar? How is the cycle so similar? How is this entire trauma bonding? അത് എങ്ങനെ ഉണ്ടാവുന്നുള്ളത്? The pattern, everything is so similar. And there is no awareness. And there is one more thing, ചേച്ചി. സൈലൻസിനെ മിക്കവാറും ആൾക്കാർ മെച്യൂരിറ്റി ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. But silence can also be because of fear. People always relate silence. ഇപ്പം നമ്മളൊരു റൂമിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ലെങ്കിൽ we become silent. That is maturity. But silence can also be because of fear. പറഞ്ഞു കഴിഞ്ഞാൽ what are the repercussions? I have been through so much in my life. ഞാൻ ഒരുപാട് സൈബർ ബുള്ളിങ് കടന്നു വന്നിട്ടുള്ള ആളാണ്. And I think I have gone through something so bad. And during this entire scenario, one thing that bothered me mostly was, എന്നെപ്പോലെ ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 4 പേരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. എന്നെപ്പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ, എനിക്ക് പറ്റിയൊരു മണ്ടത്തരത്തിനെ കുറിച്ച് ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയുക? Who is going to talk about it? That guilt actually made me sit here today and talk about it. കാരണം നമുക്ക് പറ്റിയൊരു അപകടത്തിനെ കുറിച്ച് ഇത്രയും പവർഫുള്ളായിട്ട് നമ്മൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആര് പറയും? ആൻഡ് ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്നതിൽ നെഗറ്റിവിറ്റി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. 100%. ഇപ്പോൾ ഈ 100% ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിൽ 90% നെഗറ്റിവിറ്റി വന്നാലും ബാക്കിയുള്ള 10% വേണ്ടി ഐ എം റെഡി ടു ടേക്ക് ദാറ്റ് 90% ഓഫ് നെഗറ്റിവിറ്റി. ബിക്കോസ് ആ 10% കടന്നു പോകുന്ന കാര്യത്തിൻ്റെ സീരിയസ്നെസ് എനിക്ക് നന്നായിട്ട് അറിയാം. The last time I sat with you for an interview, I had a panic attack outside. Not even for you see, basically in a narcissistic abusive relationship, you're not punished for something you have done wrong. You are punished for someone else's insecurities and their traumas. അന്നെന്താ സംഭവിച്ചൊന്നും മനസ്സിലായില്ല. ലൈക്ക് that is how complicated it is. I just don't want to get into the personal details of it because as a human being I അല്ല, അതിവിടെ അല്ലായിരുന്നു. ഇപ്പൊ ടെക്സ്റ്റ് വന്നു. എന്തായിരുന്നു? വാട്ട് ഇസ് ഇറ്റ് that triggered that panic attack? There was something else parallelly going on in that person's life. So directly, indirectly, the blame is all on you. So അങ്ങനെ ഇരിക്കുന്ന സമയത്ത് how can you even promote? എന്നിട്ട് ആ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂവിൽ ഞാൻ ചിരിച്ചതിന് I was punished. You get punished for the smallest things. For being nice to people. You start being... And to be very honest, എനിക്ക് നമ്മുടെ ഈ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഏറ്റവും വലിയ പ്രൈഡായിരുന്നു ഹൗ പ്രൊഫഷണൽ ഐ ആം ആസ് എൻ ആക്ടർ. 2 വർഷം ഇത്രയും ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഐ ബിക്കം ദാറ്റ് അൺബിലീവബിൾ. അതായത് ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്, ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്, എനിക്ക് വർക്കിനോട് ഭയങ്കര പാഷനായിരുന്നു. എവറി പാർട്ട് ഓഫ് മീ വാസ് ഡെഡ്. I stopped looking at people. I stopped looking into their eyes. I stopped smiling. I even stopped touching my brother, my own brother. പേടിച്ചിട്ട് because of fear. Of the consequences of Consequences. the anger. Yes, the consequences.
So you're clearly walking on eggshells. And when you are walking on eggshells, everyone around you, your family, your staff, everyone. കാരണം എൻ്റെ മൂഡ് ഒരാളുടെ മൂഡിനെ ബേസ് ചെയ്തിരിക്കും. If that person is extremely happy, I am very happy. If that person is extremely sad, I am sad. I am stressed. You understand? കുറച്ചൊരു മുഖത്തിലൊരു മാറ്റം വന്നാൽ മതി, I am stressed. എൻ്റെ സ്ട്രെസ് ഉണ്ടെങ്കിൽ റിവേഴ്സ് എവ്രി വൺ, ഫാമിലി is affected, staff is affected, entire location is affected. We had to stop shooting so many times because I have a mental breakdown and I'll go into the vanity and the makeup ഒക്കെ ഒലിച്ചു പോകും. ഹായ് ഗൈസ്, ഈ ഇന്റർവ്യൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ. ബൈ.